നിങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിപ്പോൾ കണ്ടായിരുന്നു. അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലെത്താൻ ഏജൻസികൾക്ക് 1 കോടി രൂപ കൊടുത്തു. അത് സത്യം കേട്ടോ. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ടൈം കുറച്ച് ദിവസം മുമ്പ് ഞാനൊന്ന് അമേരിക്കയിൽ പോയായിരുന്നല്ലോ. ഒക്ടോബറിൽ പോയി. ഒരു മാസം നിന്നിട്ട് ഞാൻ തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഹോട്ടലിലുണ്ടായിരുന്ന ഹൈദരാബാദുകാരായിട്ടുള്ള 2 പയ്യന്മാരുണ്ട്. അവർ പഠിക്കാൻ വന്ന അവിടെ. അപ്പോൾ അവരെ പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞ് അവരായിട്ട് നല്ല കമ്പനിയായി. ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞൊരു കഥയാണ്. അവർ ഒരാളെ കണ്ടായിരുന്നു, പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഷാജേട്ടൻ മനസ്സിലാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നയം കറക്റ്റാണ്. ഇപ്പോൾ ട്രംപ് എടുത്തത് അടിപൊളിയാണ്. അത് ചെയ്യണം. ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ അവരെങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എന്താ അവിടെ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് ബീഹാറിലും അവിടെ പഞ്ചാബിലും അവിടെയൊക്കെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം സമൂഹത്തിൽ പൈസ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ, അത് തന്നെയാണ് സത്യം തന്നെ, 1 കോടി രൂപ ഏജൻസികൾക്ക് കൊടുക്കുന്നു. അതിന് ഏജൻസികൾക്ക് 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ആഘോഷമായിട്ട് കുറേ മാലയൊക്കെ ഇട്ട് അവരവിടെ നിന്ന് പോകും പോലെയാണ് അവിടെ പോകുന്നത്. ഭയങ്കര ആഘോഷമായിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അവരവിടെ നിന്ന് പോകും. ആദ്യം പോകുന്നത് ഏതോ ഒരു രാജ്യത്തിലേക്കാണ്. ഇപ്പോൾ നമുക്ക് ഫ്രീ വിസയൊക്കെ കിട്ടുന്ന, എളുപ്പം വിസ കിട്ടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ നിന്നിട്ട് അവിടെ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്തിട്ട് 1-2 മാസം നിൽക്കുക. അവിടെ നിന്ന് പിന്നെ ബ്രസീലിലേക്കോ, നമുക്ക് അവിടുത്തെ ഏതോ ഒരു രാജ്യത്തോട്ട് നമുക്ക് വിസ ഉണ്ട്, സൗത്ത് അമേരിക്കത്തെ. ആ രാജ്യത്തോട്ട് നമ്മൾ പോവുക. പിന്നെ അവിടെ നിന്ന് ഓരോ രാജ്യത്തിൻ്റെ വിസ അപ്ലൈ, ഇതൊക്കെ ഏജൻസികൾ ചെയ്യും. നമുക്ക് വലിയ കാര്യമായിട്ട് പണിയില്ല. നമ്മൾ അവർ പറയുന്ന ബസ് കയറി അങ്ങനെ പോയി 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 പോവുക. അങ്ങനെ പനാമേൻ്റെ സൈഡിലെത്തുമ്പം അവിടെ ഒരു 30 കിലോമീറ്റർ ദൂരത്തേക്ക് റോഡില്ല. ആ ആ ദൂരം നടക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡില്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് ആ സ്ഥലത്തെ ടെറൈൻ. അപ്പോൾ ആ 30 കിലോമീറ്റർ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. ഒരാൾ കാലിന് ചെറിയൊരു മുടന്ത് വന്നു കഴിഞ്ഞാൽ അയാളെ ഉപേക്ഷിച്ചിട്ട് പോവുക എന്നതേ ഉള്ളൂ അവിടുത്തെ മാർഗം. അങ്ങനെ ഈ ഫാമിലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരുപാട് പേര് ഈ 30 കിലോമീറ്റർ നടന്ന് അപ്പുറം ചെല്ലും. ആ അപ്പുറം ചെല്ലുന്ന ആൾക്കാരിൽ അവർ പറയുന്നത് 10 പേര് പോയി കഴിഞ്ഞാൽ 6 പേരെ അവിടെ എത്തുള്ളൂ. അപ്പോൾ അവിടെ മരിക്കാൻ തയ്യാറായിട്ടാണ് അവർ പോകുന്നത്. എന്നിട്ട് അങ്ങനെ അപ്പുറം ചെല്ലും. അപ്പുറം ചെന്നിട്ട് അവിടെ നിന്ന് ഈ ഏജൻസികൾ വണ്ടി കൊണ്ടു നിർത്തിയിട്ടുണ്ടാവും. അവരവിടെ നിന്ന് എടുത്തിട്ട് മെക്സിക്കോൻ്റെ ബോർഡർ വരെ കൊണ്ടാക്കും. മെക്സിക്കോൻ്റെ ബോർഡർ കൊടുക്കുമ്പോൾ മെക്സിക്കൻ പട്ടാളക്കാർക്ക് അവർ കൈക്കൂലി കൊടുക്കും. എന്നിട്ട് മെക്സിക്കോൻ്റെ ബോർഡറിൽ എത്തിക്കും. അവിടെ നിന്ന് ഇവർ ബോർഡർ ക്രോസ് ചെയ്തിട്ട് നേരെ അമേരിക്കയിലോട്ട് ചെല്ലും. അമേരിക്കയിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്ന പരിപാടി നേരെ അവരുടെ പട്ടാളക്കാർക്ക് പോയി പിടികൊടുക്കുക എന്നുള്ളതാണ്. പിടി കൊടുക്കുമ്പോൾ എന്നിട്ട് ഇവർ കള്ളക്കഥ പറയും. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, എനിക്ക് അവിടെ BJP ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, അപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അപ്പോൾ അവരെന്നെ കൊല്ലാൻ പോവാണ്, അപ്പോൾ ഞാൻ അഭയാർത്ഥിയായിട്ട് ഓടി വന്നതാണെന്ന് പറയും. അപ്പോൾ അവർ ഓക്കെ, രാഷ്ട്രീയ അഭയാർത്ഥി എന്ന രീതിയിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നിയമത്തിനനുസരിച്ച് അപ്പോൾ ഉള്ള നിയമം എന്ന് പറഞ്ഞാൽ $1300, ഏതാണ്ട് 1 ലക്ഷം രൂപേൻ്റെ കുറച്ച് മേലെ ഉള്ള പൈസ അപ്പോൾ തന്നെ കൊടുക്കും, ബേസിക് ആയിട്ടുള്ള ഫുഡും ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവരെ അഭയാർത്ഥി കാർഡും കൊടുക്കും. ഒരു അങ്ങനത്തെ അഭയാർത്ഥീൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡും കൊടുക്കും. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇവർ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ചെറുതായിട്ട് അവിടെ ജീവിക്കാനുള്ള അവർ താൽക്കാലിക ഷെൽട്ടർ അവർ കൊടുക്കും. ഗവൺമെൻറ് ഷെൽട്ടർ എടുത്തിട്ടുണ്ട്. കുറേ വീടുകൾ ഒക്കെ വാടകയ്ക്ക് പോലെ അവരെടുത്ത് വെച്ചിട്ടുണ്ട് താൽക്കാലിക ഷെൽട്ടറായിട്ട്. അവിടെ പോയി നമുക്ക് താമസിക്കാം. എന്നിട്ട് സർക്കാർ $3000 മാസം തരും. ചികിത്സയും വിദ്യാഭ്യാസവും അവരുടെ മക്കൾക്ക് ചികിത്സയും വിദ്യാഭ്യാസവും ഫ്രീ ആണ്. $3000 മാസം തരും. ഇതാണ് നിലവിൽ അവിടുത്തെ അവസ്ഥ. 25,000 മുതൽ 1 ലക്ഷം വരെ ആൾക്കാർ ഒരു ദിവസം അമേരിക്കത്തെ ബോർഡർ കടന്ന് വരുന്നുണ്ടെന്നാണ് മുമ്പേ വാർത്തകളുണ്ടായിരുന്നത്. 25,000 ആൾക്കാർ ഒരു ദിവസം. അത്രയധികം ആൾക്കാരവിടെ ബോർഡർ ഇതുപോലെ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, കൊളംബിയയിൽ നിന്നും ഹെയ്റ്റിയിൽ നിന്ന് അവിടെ എല്ലാ ആൾക്കാരും അവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതാണ് അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതിയുള്ളത്. ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ 1 കോടി രൂപ കൊടുത്ത് പോകുന്നവർ തന്നെയാണ് അവരെയാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നത്. അവർക്ക് ഭാഷ അറിയില്ല, അവിടെ പോയാൽ ഒന്നും അറിയില്ല. പക്ഷെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞിട്ട് വളരെ ചെറിയൊരു ജോലിക്ക് കയറിയാൽ തന്നെ 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ സാലറി ഉണ്ട്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നിട്ട് എന്തെങ്കിലും ചെറിയ പണിയൊക്കെ എടുത്ത് അങ്ങനെ നിന്നിട്ട് ഒരു 2-3 വർഷമാകുമ്പോഴത്തേക്ക് 1 കോടി രൂപ തിരിച്ചയക്കാൻ പറ്റും. അങ്ങനെയൊക്കെ അയക്കും. പിന്നെ അവിടെ അങ്ങ് കൂടും. ഒരു കാരണവശാലും ഇങ്ങനെ പോകുന്ന ആൾക്കാർ
അവിടെ നിന്ന് കല്യാണം കഴിക്കില്ല, US പെണ്ണ് കല്യാണം കഴിക്കില്ല. അവരെങ്ങനെയെങ്കിലും തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് പിന്നെ ഇവർ ഫാമിലി നന്നായിട്ട് തന്നെ അവർ അത്യാവശ്യം സ്വത്ത് സമ്പാദിച്ച് അവിടെ വീടൊക്കെ ആയി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ജീവിക്കും. ഇതാണ് ഞാൻ ഒരാളെ കുറേ പേരെ പരിചയപ്പെട്ടു. പിന്നെ ഒരാളുടെ കഥ പറഞ്ഞു, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഹൈദരാബാദുകാർ അവരുടെ കഥ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിട്ട് മനസ്സിലാകുന്നത് അവിടുത്തെ ഒരു ബഡ്ജറ്റഡ് ഹോട്ടലുകളില്ലേ, അതായത് ഒരു വിധം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 1000-2000 രൂപയ്ക്കൊക്കെ താമസം ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റഡ് ആയിട്ടുള്ള താമസിക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻ്റ് അല്ല ഹോട്ടലുകൾ, അതിൽ 90% ഇന്ത്യക്കാരതാണ്. ഓണർഷിപ്പാണ്. ഞാൻ താമസിച്ച 4 സ്ഥലത്ത് താമസിച്ചാൽ 3 സ്ഥലത്തും ഇന്ത്യക്കാരുടെ ഹോട്ടലാണ്, ഇന്ത്യക്കാരാണ് അതിൻ്റെ ഓണർമാർ. അങ്ങനെയാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൽ തന്നെ പട്ടേലുമാരാണ് അവിടുത്തെ ഏറ്റവും കൂടുതലുള്ളത്. കുറേ പട്ടേലുമാർ അവിടെ ഉണ്ട്, US കാനഡയിലായിട്ടുണ്ട്. അവർ അത്ര അധികം റിസ്ക് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, ഈ വഴിക്ക് പോകുന്നത്. വൻ സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ പറയുന്ന പോലെ സംഭവം ശരിയാണ്, കാപ്പിത്തോട്ടം മേടിച്ചിട്ട് ജീവിക്കാം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ അത് ഇപ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും അവിടുത്തെ സംഭവങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടും. നമ്മളിവിടെ ചിലപ്പോൾ ഒരു 10-20 കോടി രൂപ ബാങ്കിലിട്ടിട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മളിവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ പോയിന്റുകളുണ്ട്. ജനപ്പെരുപ്പം, ട്രാഫിക്, ഒരു എന്താ പറയുക, കുറേ സംഭവങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ അവിടെ. ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നിറച്ച ആൾക്കാർ, എവിടെ ഒരു സ്ഥലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ കുറ്റം പറയലട്ടെ, എനിക്ക് പക്ഷേ അവിടെ ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. അത് മറ്റു പല കാര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ നല്ല വിജനമായ റോഡുകൾ, നല്ല സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല ട്രാഫിക് ലൈറ്റുകൾ, ഏറ്റവും കൂടുതലായിട്ട് നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു കൂട്ടം ജനത, അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി ആയിട്ട് തോന്നുന്ന ഒരു ആധുനികത എന്ന് പറയുന്നത് അവിടെയാണ്. മറ്റേ മനുഷ്യന്മാരെ പരിഗണിക്കുന്ന, തൊട്ട് അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റൊരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അയാളെയും കൂടെ പരിഗണിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. റാൻഡമായിട്ട് നമ്മളേതെങ്കിലും കടയിലോട്ട് കയറുമ്പോൾ, ഒന്നുമില്ലാതെ വെറുതെ നമ്മളൊരു കടയിലോട്ട് കയറുമ്പോൾ നമ്മളെ മുമ്പ് നടന്നു പോകുന്ന ആൾ നമുക്ക് ഡോറ് തുറന്നു തരും. എന്നിട്ടാണ് നമ്മൾ പോയതിനു ശേഷമാണ് ആൾ കയറുള്ളൂ. ഇയാളെ നമുക്ക് പരിചയം പോലും ഉണ്ടാവില്ല. ആൾ ഡോറ് തുറന്നു തന്നിട്ട് നമ്മളെ കയറ്റിയിട്ടാണ് അവർ കയറുള്ളൂ. എല്ലായിടത്തും അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ അവരുടെ മുന്നിൽ കൂടെ, അവർ നമ്മളെ മുന്നിൽ കൂടെ ക്രോസായിട്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരവിടെ നിൽക്കും. നമ്മൾ പോയിട്ടേ അവർ പോവുള്ളൂ. വണ്ടിയിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ നടക്കുന്ന ആൾക്കാർക്ക് മുൻഗണന എന്ന് പറഞ്ഞാൽ വല്ലാത്ത മുൻഗണനയാണ്. നമ്മൾ ഈ ഫുട്പാത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കാറുകാർ വന്നിട്ട് കുറേ ദൂരം മാറ്റി നിർത്തിയിടും. നമ്മൾ പോയതിന് ശേഷമേ അവർ പോവുള്ളൂ. ഞങ്ങൾ വിചാരിച്ച അവർ വേറെ എന്തോ കാര്യത്തിൽ നിർത്തിയിട്ടേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ സംശയിച്ചങ്ങ് പോയി. അതിനുശേഷം അവർ പോകുന്നു. അങ്ങനെ വളരെ മാന്യതേൻ്റെ അങ്ങേയറ്റം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലാവും. നമ്മുടെ നാട്ടുകാർ എത്ര അരഗൻ്റാണ് എന്നും മനസ്സിലാവും. ഇന്നാൾ ഞങ്ങൾ ഡൽഹി പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ പെരുമാറുന്നത് കാണുമ്പോഴല്ലോ സങ്കടമായി പോകും. ഈ മുറുക്കാൻ ചവച്ച് തുപ്പുന്നു. എത്ര നല്ല സ്ഥലങ്ങളാണ് അതൊക്കെ, പക്ഷേ നശിപ്പിക്കുകയാണ്. ഡോറ് തുറന്നിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം ആ യമുന എക്സ്പ്രസ് ഒക്കെ എത്ര നല്ല റോഡാണ്. ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡോറ് തുറന്നിട്ട് തുപ്പുന്നു, മുറുക്കാൻ തുപ്പുന്നു. അങ്ങനെ നമ്മളെ മനുഷ്യന്മാരുടെ ഒരു പരിഗണനയില്ല. ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഇടിച്ചിട്ടിട്ടാണെങ്കിലും അവർ പോവും എന്നുള്ളൊരു വിചാരമാണ്. അതൊക്കെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ 1 കോടി രൂപ കൊടുത്തിട്ടാണെങ്കിലും അങ്ങോട്ട് പോകാൻ ഇവർ തയ്യാറാവുന്നത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു 10 വർഷം കഴിഞ്ഞ് അവർ ലെവൽ വേറെ ആയി. ഇവർക്ക് 10 അല്ല 20 കോടി രൂപയുടെ ആസ്തി അവിടെ ഉണ്ട്. കാരണം നമ്മൾ അടിച്ചു കൊടുക്കില്ല ഇന്ത്യക്കാർ, നമ്മൾ പൈസ സേവ് ചെയ്യും. അതാണ് അവിടെ സിറ്റുവേഷൻ. നിങ്ങളുടെ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് സത്യമാണ്. അത് 1 കോടി രൂപ കൊടുത്തു പോകുന്ന ആളുകൾ നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്.